സേവ് ബോക്സ് അപ്പ് നിക്ഷേപ തട്ടിപ്പിൽ ഇ.ഡി. അന്വേഷണം വിദേശത്തേക്കും തട്ടിയ പണം വിദേശത്തേക്കും കടത്തി. സ്വാദിഖ് റഹീമിന്റെ കൂട്ടാളികളിൽ ചിലർ ദുബായിൽ തുടരുന്നതായും ഇ.ഡി. സേവ് ബോക്സുമായുള്ള പരസ്യ കരാറുകളുടെ പകർപ്പുകൾ നടൻ ജയസൂര്യ ഇ.ഡിക്ക് കൈമാറും. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ തട്ടിയെടുത്ത പണം വിദേശത്തേക്കും കടത്തിയതായാണ് വിവരം. സേവ് ബോക്സ് ലേലാപ്പ് ഉടമ സ്വാദിഖ് റഹീമിന് പുറമെ മറ്റു ചിലരും തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം സ്വാദിഖിൽ മാത്രമാണ് ഒതുങ്ങിയത്. ഇ.ഡി. അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ വിദേശത്തെ കണ്ണികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഇതിനൊപ്പമാണ് തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് എത്തിച്ചത് സംബന്ധിച്ച അന്വേഷണവും നടക്കുന്നത്. പ്രാഥമികമായി 20 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. എന്നാൽ സ്വാദിഖിന് സ്വന്തം പേരിൽ ആസ്തികളൊന്നും കണ്ടെത്താനാകാത്തത് സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. പണം നഷ്ടമായ നിക്ഷേപകർ ഇത് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ ഇ.ഡിക്കും കൈമാറിയിട്ടുണ്ട്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ നടൻ ജയസൂര്യയെ ഇ.ഡി. ഡിസംബർ 24-നും 29-നും ചോദ്യം ചെയ്തിരുന്നു. രണ്ടാം തവണ ജയസൂര്യയുടെ ഭാര്യ സരിതയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 7-നകം ബ്രാൻഡ് അംബാസിഡർ കരാറിന്റെ രേഖകളും പണമിടപാടിന്റെ രേഖകളും ഹാജരാക്കാൻ ജയസൂര്യയോട് ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം നിയമാനുസൃതമാണ് നടത്താറുള്ളതെന്നും പരസ്യത്തിന് സമീപിക്കുന്നവരുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ജയസൂര്യയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. ജനം, കൊച്ചി.